നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. MC റോഡിലെ വാഹനാപകടത്തിൽ 2 ജീവനുകൾ പൊലിഞ്ഞു. കോന്നി വയനാട് സ്വദേശികളായ ബൈക്ക് യാത്രികരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ചണ്ണപ്പേട്ട സ്വദേശിയായ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയ അയൽവാസിയെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി ആരോപണം. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട യുവാവിന്റെ നിർദ്ദേശപ്രകാരം നാടുവിട്ട അമ്മയും കുഞ്ഞും പാലക്കാട് വെച്ച് പോലീസ് പിടിയിൽ. വാർത്തകൾ വിശദമായി. MC റോഡിൽ വീണ്ടും വാഹനാപകടം. ഞായറാഴ്ച 2 ജീവനുകളാണ് പൊലിഞ്ഞത്. കോന്നി സ്വദേശി ഹരി, വയനാട് സ്വദേശി പുഷ്പൻ എന്നിവരാണ് മരിച്ചത്. MC റോഡ് വീണ്ടും മരണക്കെണിയാകുന്നു. കൊട്ടാരിക്കര ഇഞ്ചക്കാട്ട് KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 യുവാക്കൾ മരിച്ചു. ഞായറാഴ്ച രാത്രി 7 മണിക്ക് ഇഞ്ചക്കാട് ശില്പ ഹോട്ടലിന് സമീപമാണ് അപകടം നടന്നത്. കോന്നി സ്വദേശി ഹരി, ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന വയനാട് സ്വദേശി പുഷ്പൻ എന്നിവരാണ് മരണമടഞ്ഞത്. കൊട്ടാരക്കരയിൽ നിന്നും കോഴഞ്ചേരിക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചറുമായിട്ടാണ് ബൈക്ക് ഇടിച്ചത്. വളവിൽ അമിത വേഗത്തിൽ വന്ന KSRTC ബസിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിലാണ് എതിരെ വന്ന ബൈക്കിനെ ഇടിച്ചു തെറിപ്പിച്ചത്. ഹരി അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞു. പുഷ്പനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വല്ലത്തെ പാറക്കോറിയിലെ JCB ഡ്രൈവർമാരാണ് ഇരുവരും. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. NGO അസോസിയേഷന്റെ കൊല്ലം ജില്ലാ സമ്മേളനം പുനലൂരിൽ 23, 24 തീയതികളിൽ. 24-ന് രാവിലെ 10 മണിക്ക് മന്ത്രി അടൂർ പ്രകാശ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. NGO അസോസിയേഷന്റെ 39ാം ജില്ലാ സമ്മേളനം 23, 24 തീയതികളിൽ പുനലൂരിൽ സംഘടിപ്പിക്കുന്നു. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പുനലൂർ രാജാരോഹിണി ഹാളാണ് സമ്മേളന നഗരി. 23-ന് ജില്ലാ പ്രസിഡന്റ് ചവറ ജയകുമാർ പതാക ഉയർത്തുന്നതോടെ സമ്മേളന നടപടികൾ ആരംഭിക്കും. 24-ന് രാവിലെ 10 മണിക്ക് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചവറ ജയകുമാർ അധ്യക്ഷത വഹിക്കും. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കോട്ടാത്തല മോഹനൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി KV മുരളി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് K അജന്തൻ, മുൻ സംസ്ഥാന പ്രസിഡന്റ് K കരുണാകരൻപിള്ള എന്നിവർ വിവിധ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. N പീതാംബരക്കുറുപ്പ് MP, ഭാരതിപുരം ശശി, ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, G പ്രതാപവർമ്മ തമ്പാൻ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ചവറ ജയകുമാർ, ജില്ലാ സെക്രട്ടറി E ഹാരിസ്, സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ, ജനറൽ കൺവീനർ അനിൽ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. 39 വർഷക്കാലം വളരെ ത്യാഗോജ്വലമായ പ്രവർത്തനം സർവീസ് സംഘടനാ മേഖലയിൽ സംസ്ഥാനത്തെ സിവിൽ സർവീസിനെ വളരെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനമാണ് കേരള NGO അസോസിയേഷൻ. അഴിമതിക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് NGO അസോസിയേഷൻ. സർക്കാർ ജീവനക്കാരൻ വളരെ മാതൃകാപരമായി പെരുമാറണമെന്നും ആ ജീവനക്കാരൻ്റെ വ്യക്തിജീവിതം സംശുദ്ധമായിരിക്കണം എന്ന് ശഠിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലെ എളിയ പ്രവർത്തകരാണ് ഞങ്ങൾ. ഞങ്ങളുടെ 39 വർഷക്കാലത്തെ സംഘടനയുടെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയുള്ള നേതാക്കന്മാർ, നിരവധിയായിട്ടുള്ള നേതാക്കന്മാർ നേതൃത്വം നൽകിയിട്ടുള്ള പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. ഇന്ന് പുനലൂരിൽ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ സംസ്ഥാനത്ത് ഉള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയായി, ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയായി വരികയാണ്. സംസ്ഥാന സമ്മേളനം ഇത്തവണ പാലക്കാട് വെച്ച് നവംബർ മാസത്തിലാണ് നടക്കുന്നത്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ഇടുക്കിയിൽ തൊടുപുഴയിൽ ചേർന്ന സമ്മേളനത്തിലെടുത്ത ഒരു വലിയ തീരുമാനമുണ്ട്. അഗതികളായിട്ടുള്ള അശരണരായിട്ടുള്ള ആളുകൾക്ക് പാർപ്പിട പദ്ധതി, മഹാത്മാ മന്ദിരം പാർപ്പിടം വച്ച് നൽകുക എന്ന തീരുമാനം. ഞങ്ങൾ ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ സമ്മേളനത്തിലെടുത്ത തീരുമാനം പൂർത്തിയാക്കിക്കൊണ്ടാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഗ്രൌണ്ടിന് ആധുനിക സംരക്ഷണ വേലി. പത്തനാപുരം MLA KB ഗണേഷ് കുമാറാണ് സംരക്ഷണ വേലി നൽകിയത്. കായിക പത്തനാപുരത്തിന് അഭിമാനം പകർന്നുകൊണ്ട് നിരവധി കായിക താരങ്ങൾക്ക് ജന്മം നൽകിയ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഗ്രൌണ്ടിന് സ്ഥലം MLAയും മുൻ മന്ത്രിയുമായ KB ഗണേഷ് കുമാറിന്റെ ശ്രമഫലമായുണ്ടായ സംരക്ഷണ വല ഏറെ ആകർഷകവും പ്രയോജനപ്രദവുമാണ്. മുൻ കായിക വകുപ്പ് മന്ത്രി കൂടിയായ ഗണേഷ് കുമാറിന്റെ ശ്രമഫലമായി
കായിക വകുപ്പിൽ നിന്നും അനുവദിച്ച 3 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഇരുമ്പ് നിർമ്മിതമായ സംരക്ഷണ വല തീർത്തിട്ടുള്ളത്. ഈ ഗ്രൗണ്ടിൽ നിന്ന് കുന്നിക്കോട് പാതയിലേക്ക് പന്തുകൾ തെറിച്ചു വീഴുകയും പന്തെടുക്കുന്നതിനായി കുട്ടികൾ റോഡിലേക്ക് ചാടിയിറങ്ങി അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ടിന് ചുറ്റും ഇരുമ്പ് നിർമ്മിത വല സ്ഥാപിച്ചതോടെ ഇത്തരം അപകടങ്ങളും ഒഴിവാകുകയാണ്. സ്പോർട്സ് കൌൺസിലിന്റെ സഹായത്തോടെ പത്തനാപുരം സെന്റ് സ്റ്റീവൻസ് ഗ്രൗണ്ടിൽ സംരക്ഷണ വല സ്ഥാപിച്ച KB ഗണേഷ് കുമാർ MLA സെന്റ് സ്റ്റീവൻസ് മാനേജ്മെന്റും വിവിധ കായിക സംഘടനകളും അഭിനന്ദിച്ചു. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറ ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവത്തിന്റെ ഭാഗമായി വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ചിതറ ഗ്രാമപഞ്ചായത്തും യുവജനക്ഷേമ ബോർഡും സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന്റെ ഭാഗമായി മുതയിൽ LPS ഗ്രൌണ്ടിൽ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവത്തിലൂടെ നാട്ടിലെ കലാകായിക പ്രതിഭകളെ വളർത്തിയെടുക്കുവാൻ പഞ്ചായത്ത് എല്ലാവിധ സഹായങ്ങളും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെ കലാകായിക അഭിരുചിയുള്ള പ്രിയപ്പെട്ട യുവാക്കളിൽ കായികവും കലാപരവുമായ അവബോധം ഉളവാക്കുന്നതിനും അവർക്ക് സ്റ്റേറ്റ് തലത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ് ഇതിനെ നമ്മളെല്ലാവരും വീക്ഷിക്കുന്നത്. ഒരു കായികപരമായ മത്സരമായി മാത്രമാണ് നമ്മളിതിനെ കാണേണ്ടത്. വാർഡ് മെമ്പർ മധുര വിജയൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹുമയൂൺ കബീർ, പഞ്ചായത്ത് അംഗങ്ങളായ മുല്ലശ്ശേരി നജീം, ശബരിനാഥ് എന്നിവർ സംസാരിച്ചു. ജനകീയ കലാ സാംസ്കാരിക സമിതി ഭാരവാഹികളായ ഷാഫി, അജ്മൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ചണ്ണപ്പേട്ട സ്വദേശിയായ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച അയൽവാസിയെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി ആരോപണം. പെൺകുട്ടിയുടെ മാതാവാണ് പോലീസിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. 13 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി പരാതി. പെൺകുട്ടിയെ പീഡിപ്പിച്ച അയൽവാസിയെ സംരക്ഷിക്കാൻ പോലീസ് നീക്കം നടത്തുന്നതായി പെൺകുട്ടിയുടെ മാതാവ് ആരോപിക്കുന്നു. അഞ്ചൽ ചണ്ണപ്പേട്ട കുറവൻതേരിയിലാണ് സംഭവം. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി അധ്യാപികയോടാണ് പീഡന വിവരം വെളിപ്പെടുത്തിയത്. അയൽവാസിയായ യുവാവിൽ നിന്നും പീഡനത്തിന് ഇരയായെന്നും താൻ ഗർഭിണിയാണെന്നും അറിയിച്ചു. അധ്യാപകർ രക്ഷിതാക്കളെ വിവരമറിയിക്കുകയും പെൺകുട്ടിയുടെ മാതാവിനെ കൊണ്ട് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. പെൺകുട്ടി അധ്യാപകരോടും മാതാവിനോടും വെളിപ്പെടുത്തിയത് ഇത്തരത്തിലാണ്: തന്നെയും തൊട്ടടുത്ത വീട്ടിലെ 9ഉം 6ഉം വീതം വയസ്സുള്ള കുട്ടികളെയും അയൽവാസിയായ യുവാവ് നിരന്തരമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ്. പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പെൺകുട്ടി പറഞ്ഞിരുന്നു എന്നും മാതാവ് പറയുന്നു. അഞ്ചൽ CIക്ക് നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയും അന്വേഷണത്തിന്റെ ഭാഗമായി പെൺകുട്ടിയുടെ മൊഴിയിൽ പറഞ്ഞ അയൽവാസിയായ യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പിടികൂടിയ ആളെ വിട്ടയച്ചത് പോലീസ് കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണെന്നും പോലീസിന് കൈക്കൂലി നൽകി കേസ് അന്വേഷിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് തന്റെ കുടുംബമെന്നും പെൺകുട്ടിയുടെ അമ്മ പറയുന്നു. പീഡനത്തിനിരയായി ഗർഭിണിയായ പെൺകുട്ടി കരിയോടുള്ള വനിതാ മന്ദിരത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. എന്റെ കൊച്ചിന് എന്തോ സംഭവം പറ്റിയെന്ന് ചോദിച്ചവൻ പറഞ്ഞു, ആര് ഇതൊക്കെ പോലെ 3 മാസം ഗർഭിണിയാണെന്നാ അവരെന്റെ കൂടെ പറഞ്ഞത്. സുരേഷ് ഇങ്ങനെ വെള്ളമായി പിടിച്ച് കെട്ടിയിട്ടെന്നൊക്കെ പറഞ്ഞത്. ജനലില് ഈ പിള്ളേരെ 3നെ കെട്ടിയിട്ടിട്ട് ആര് ചേച്ചിയെ തള്ളിയിട്ട് കാലും കയ്യും കെട്ടി ആര് ചേച്ചി വളർന്ന് വിളിച്ചു പോയി തുണി വാരി വെച്ച് ാണ് ഇങ്ങനെ മാനഭദമായിട്ട് ഇങ്ങനെ ചെയ്ത് എന്നാൽ ഈ 3 പിള്ളേരും അവിടെ പറഞ്ഞേ. പിന്നെ പറയുന്നത് ഈ കുഞ്ഞുങ്ങൾ മൊഴി മാറ്റി പറയുന്നത് നീ കൈക്കൂലി കൊടുത്ത് അവരെ സഹായിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് കൈക്കൂലി കൊടുക്കാനും അറിയത്തില്ല, നമുക്ക് ആളുമില്ല. അതുകൊണ്ട് നമ്മളെങ്ങനെ പറയുന്നത്? ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ശക്തമായ കാറ്റിലും മഴയിലും പത്തനാപുരം മേഖലകളിൽ വ്യാപക നാശനഷ്ടം. കമുകുംചേരിയിൽ വീട് തകർന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. ശക്തമായ മഴയും ഇടിമിന്നലും മൂലം കിഴക്കൻ മേഖലയിൽ വൻ നാശനഷ്ടമുണ്ടായി. പത്തനാപുരം കമുകുംചേരിയിൽ ശക്തമായ മഴയിലും മിന്നലിലും ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. കമുകുംചേരി സിദ്ധാർത്ഥ ഭവനിൽ വിജയൻപിള്ളയുടെ വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു.
മിന്നലിന്റെ ആഘാതത്തിൽ വിജയൻ പിള്ളയുടെ ഭാര്യ രജനിക്ക് പരിക്കേറ്റു. സംഭവ സമയത്ത് രജനി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇത് മൊത്തം അങ്ങ് പൊട്ടിത്തെറിച്ച് വലിയൊരു തീകോളം പോലെ ഇരിക്കുമായിരുന്നു. ഞാൻ കട്ടിലെ കിടക്കുമായിരുന്നു. കട്ടിലെ നിന്ന് ഇച്ചിരി ഉയരത്തിയണ്ട തടിയെ ചെന്ന് തട്ടിയിട്ട് കഥയിലോട്ട് അടിച്ച് വീഴുമായിരുന്നു. എനിക്ക് പിന്നെ ഒന്നും പറ്റിയതൊന്നുമില്ല. ഞാൻ പിന്നെ അവിടെ നിന്ന് എണ്ണിച്ച് നോക്കിയപ്പോൾ കാണാൻ പെരക്കത്തെല്ലാം അങ്ങ് തീയുമില്ല. പിന്നെ സാധനങ്ങളെല്ലാം അങ്ങ് പൊട്ടിത്തെറിക്കുകയോ എമർജൻസിയിലേക്ക് സകലതും പൊട്ടിത്തെറിക്കുമായിരുന്നു. പിന്നെ ഞാൻ വെപ്രാളത്തോടുകൂടി കഥവ് തുറന്ന് വെളിയിൽ അങ്ങ് ചാടി ഇറങ്ങി പോകുമായിരുന്നു. കമുകഞ്ചേരിക്ക് പുറമെ പത്തനാപുരം മേഖലയിൽ മാങ്കോട്, പൂങ്കുളഞ്ഞി, പുന്നല മേഖലകളിലും ഇടിമിന്നലിന്റെ ആഘാതത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കിഴക്കൻ മേഖലയിൽ പല പ്രദേശങ്ങളിലും വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. കമുകഞ്ചേരിയിൽ ഇടിമിന്നലിന്റെ ആഘാതത്തിൽ നാശനഷ്ടം സംഭവിച്ച വീടിന് സമീപത്ത് മരങ്ങൾ മിന്നലേറ്റ് കത്തിയ നിലയിലാണ്. ലൈവ് വാർത്ത പത്തനാപുരം. തലവൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ സംഗീത ഇനങ്ങളിൽ മികവ് പുലർത്തി. ദേവിക ആനന്ദ് 1ാം സ്ഥാനത്ത്. വെട്ടിക്കവലയിൽ നടന്ന നവരാത്രി സംഗീതോത്സവത്തിൽ 56 വിദ്യാർത്ഥികളെ പിന്നിലാക്കി 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ദേവിക ആനന്ദിന് തലവൂർ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നടന്ന കേരളോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൽ 1ാം സ്ഥാനം ലഭിച്ചു. കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും കണ്ണിനും കണ്ണായൊരുൾ തുമ്പിൻ തുഞ്ചത്ത് കണ്ണിനും കണ്ണായൊരുൾ തുമ്പിൻ തുഞ്ചത്ത് കണ്ണീർക്കിനാവായി തുളുമ്പി നിൽക്കും കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും. ലളിതഗാനത്തിലും കവിത ആലാപനത്തിലും ദേവിക ആനന്ദ് 2ാം സ്ഥാനം കരസ്ഥമാക്കി. മുൻവർഷങ്ങളിൽ നടന്നിട്ടുള്ള കേരളോത്സവത്തിൽ ജില്ലാ സംസ്ഥാന തലത്തിൽ ദേവിക ആനന്ദ് മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. നിലമേൽ ടൌണിൽ MC റോഡിലായി രൂപാന്തരപ്പെട്ട കൂറ്റൻകുഴി അപകടക്കെണിയൊരുക്കുന്നു. ചടയമംഗലം ബ്യൂറോയുടെ റിപ്പോർട്ട്. നിലമേൽ ജംഗ്ഷനിൽ MC റോഡിന്റെ മധ്യത്തിലുള്ള വൻകുഴി അപകടങ്ങൾക്ക് കാരണമാകുന്നു. നിലമേൽ ടൌൺ മധ്യത്തിൽ കടയ്ക്കാമൺ പാരിപ്പള്ളി റോഡ് സന്ധിക്കുന്ന ഭാഗമാണ് വൻകുഴിയായിരിക്കുന്നത്. വെള്ളം കെട്ടിനിന്ന് മെറ്റലും ടാറിങ്ങും ഇളകി മാറിയാണ് വൻകുഴിയായത്. ട്രാഫിക് സിഗ്നൽ ഭാഗത്തുള്ള ഈ കുഴികളിൽ വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ്. പഞ്ചായത്ത് അധികൃതരോ ഈ കുഴിയൊക്കെ നികത്തി വന്നു കഴിഞ്ഞാൽ വലിയൊരു ഉപകാരമാണ്. കാര്യം മഴ സമയത്തെല്ലാം ആൾക്കാർ വന്ന് ഇതിനകത്ത് ഒരുപാട് വീടും നാളെ എന്നൊരു ഫാമിലി ഒന്നും ഇതിനകത്ത് വന്ന് മറിഞ്ഞില്ല. ഒരു നാടുമെല്ലാം ആരെങ്കിലും പഞ്ചായത്തുകാരോ KSTP എന്തെങ്കിലും ഒരു പോകുമ്പോഴേ കണ്ടെത്തിയാൽ നന്നായിരുന്നു. ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലായി ഈ കുഴിയിൽ വീഴുന്നത്. കഴിഞ്ഞ ദിവസം ഈ കുഴിയിൽ വീണ് മോട്ടോർ സൈക്കിൾ യാത്രക്കാരായ കുടുംബത്തിന് പരിക്കേറ്റിരുന്നു. നിരന്തരമായി അപകടം വർദ്ധിച്ചു വരുന്നത് KSTPയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനാൽ കുഴി നികത്താൻ നാട്ടുകാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഫയർഫോഴ്സ് കൊണ്ടുവന്ന് പഞ്ചായത്തുകാർ പിന്നീട് ഞാറടിച്ച് അങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ അത് ചെയ്തു. എന്നിട്ടും പോയില്ല. ഫയർഫോഴ്സ് കൊണ്ടുവന്ന് ഊക്കിന് ഏറടിച്ച് നോക്കി വെള്ളം പോയി. ഈ റോഡിന്റെ ഈ കുഴി കാരണത്താൽ വളരെ ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്കൊക്കെ. പിന്നെ അതുകൂടാതെ ഇവിടെ പൊതുനിരത്തിൽ ഈ സൈഡ് കുറെ കൂടെ കോൺക്രീറ്റ് ചെയ്ത് എടുത്ത് വീതി കൂട്ടിയിട്ട് ട്രാൻസ്പോർട്ട് ഫാസ്റ്റ് ഇതൊക്കെ ഒന്നുകൂടെ ഒതുക്കി നിർത്താം. അപ്പോൾ ട്രാഫിക് ജാം ആകാതെ വണ്ടികൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് കൂടുതലായിട്ടുള്ള വിഷയം എടുത്തത്. ലൈവ് വാർത്ത ചടയമംഗലം. കൊല്ലം പുനലൂർ പാതയിലെ ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇപ്പോഴുള്ള സമയക്രമീകരണം വിദ്യാർത്ഥികളെയും സർക്കാർ ജീവനക്കാരെയും ബുദ്ധിമുട്ടിക്കുന്നതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കൊല്ലം പുനലൂർ പാതയിലെ ട്രെയിൻ സർവീസുകളുടെ സമയം പുനഃക്രമീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇപ്പോഴുള്ള സർവീസ് വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിലല്ല ഉള്ളതെന്നും പരക്കെ ആക്ഷേപം ഉയർന്നിരിക്കുകയാണ്. രാവിലെ പുനലൂരിൽ നിന്നും പുറപ്പെട്ട് 9:30 കൊല്ലത്ത് എത്തുന്ന സർവീസ് 9 മണിക്ക് കൊല്ലത്ത് എത്തുന്ന തരത്തിൽ ക്രമീകരിക്കണമെന്നാണ് പ്രധാനമായ ആവശ്യം. ഇപ്പോഴുള്ള സമയത്തിൽ വളരെയധികം പാളിച്ചകളുണ്ട്.
വിദ്യാർത്ഥികൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും 10 മണിക്ക് മുമ്പ് സ്ഥാപനങ്ങളിൽ എത്താൻ പലപ്പോഴും സാധിക്കാതെ വരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ആവശ്യമാണ് 3:45-നും 4:30-നും ഇടയിൽ കൊല്ലത്തു നിന്നും പുനലൂരിലേക്ക് ഒരു സർവീസ് നടത്തുക. ശരിയായ സമയക്രമീകരണം നടത്തിയാൽ കൊല്ലം പുനലൂർ പാതയിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ സമയക്രമീകരണം വിദ്യാർത്ഥികളെയാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലാക്കുന്നത്. കൊല്ലം ഫാത്തിമ കോളേജ്, SN കോളേജ്, ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITI, മറ്റ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ എന്നിവരാണ് പ്രധാനമായും ട്രെയിനിനെ ആശ്രയിക്കുന്നത്. ഇവർ സംഘടിച്ച് ട്രെയിൻ സമയം പുനഃക്രമീകരിക്കണം എന്നാവശ്യപ്പെട്ട് MP, കേന്ദ്രമന്ത്രി എന്നിവർക്ക് നിവേദനം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം കുണ്ടയം സർവീസ് സഹകരണ ബാങ്കിൽ UDF ഭരണം നിലനിർത്തി. ബാബു മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വീണ്ടും അധികാരമേറ്റു. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ പത്തനാപുരം കുണ്ടയം സർവീസ് സഹകരണ ബാങ്കിൽ നിലവിലെ പ്രസിഡന്റ് ബാബു മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരം നിലനിർത്തി. LDF-ലെ പ്രബല കക്ഷിയായ CPM തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് ഏറെ വിവാദമായിരുന്നു. CPM മത്സരരംഗത്തുനിന്ന് വിട്ടുനിന്നെങ്കിലും CPI-യും NCP-യും മത്സരിക്കാൻ സന്നദ്ധരായി. ഇടത് സഹകരണ മുന്നണി എന്ന നാമധേയത്തിലാണ് അവർ മത്സരിച്ചത്. CPM-ന്റെ പിന്തുണയില്ലാതെ തന്നെ മത്സരിച്ച് വിജയം ഉറപ്പാക്കാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു NCP-യും CPI-യും. എന്നാൽ വോട്ടെടുപ്പും വോട്ടെണ്ണലും കഴിഞ്ഞപ്പോൾ ഇടത് സഹകരണ മുന്നണി ഏറെ പിന്നിലായതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. UDF തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അട്ടിമറിച്ചതായും തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടിയതായും ആരോപിച്ച് CPI-യും NCP-യും കുണ്ടയം സർവീസ് സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരുന്നു. CPI-ക്കെതിരെ ആരോപണവുമായി UDF ചെയർമാനും ബാങ്ക് പ്രസിഡന്റുമായ ബാബു മാത്യുവും രംഗത്തു വന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടി. നിലവിലെ പ്രസിഡന്റ് ബാബു മാത്യു, JL നസീർ, M നാസറുദ്ദീൻ, മുരളീധരൻ, രജിമോൻ K ജേക്കബ്, D ലൈജു, വിമൽകുമാർ, ആദങ്കോട് ഷാജി, ഷാനവാസ് ഖാൻ, മിനി L സാമുവൽ, G സരസ്വതി, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ C നായർ എന്നിവരാണ് കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട UDF അംഗങ്ങൾ. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF അംഗങ്ങൾ ബാങ്ക് പ്രസിഡന്റ് ബാബു മാത്യുവിന്റെ നേതൃത്വത്തിൽ ചുമതലയേറ്റു. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട യുവാവിന്റെ നിർദ്ദേശപ്രകാരം നാടുവിട്ട കടയ്ക്കൽ സ്വദേശികളായ അമ്മയും കുഞ്ഞിനെയും പാലക്കാട് വെച്ച് പോലീസ് പിടികൂടി. കാമുകന്റെ സുഹൃത്തിന്റെ ഒറ്റപ്പാലത്തുള്ള വീട്ടിൽ വെച്ചാണ് പിടിയിലായത്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട യുവാവിന്റെ നിർദ്ദേശപ്രകാരം 1.5 വയസ്സുള്ള മകളുമായി നാടുവിട്ട യുവതിയെ പാലക്കാട്ടു നിന്നും പോലീസ് പിടികൂടി. 4 ദിവസം മുമ്പ് കടയ്ക്കലിൽ നിന്നും കാണാതായ 23-കാരിയാണ് കടയ്ക്കൽ പോലീസ് പാലക്കാട്ടു നിന്നും പിടികൂടിയത്. കാമുകന്റെ സുഹൃത്തിന്റെ ഒറ്റപ്പാലത്തുള്ള ഭാര്യ വീട്ടിൽ നിന്നാണ് കുട്ടിയെയും അമ്മയെയും കണ്ടെത്തിയത്. യുവതിയുടെ ഭർത്താവ് വിദേശത്താണ്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ബഹ്റിനിൽ ജോലി ചെയ്യുന്ന പാലക്കാട് സ്വദേശി ഷാഹുൽ ഹമീദുമായി പരിചയപ്പെട്ട യുവതി ഇയാളുടെ നിർദ്ദേശമനുസരിച്ച് പാലക്കാട്ടു നിന്നും വാഹനവുമായി എത്തിയ ഷാഹുൽ ഹമീദിന്റെ സുഹൃത്തിനൊപ്പം നാടുവിടുകയായിരുന്നു. യുവതിയെ കാണാതായി എന്ന പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നാട്ടിലും വിദേശത്തും ഉപയോഗിക്കുന്ന തരത്തിലുള്ള സിം കാർഡാണ് യുവതി ഉപയോഗിച്ചിരുന്നത്. ഇതിനാൽ സൈബർ സെൽ അന്വേഷണത്തിൽ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കണ്ടെത്താൻ പ്രയാസമായിരുന്നു. കടയ്ക്കൽ CI V രജികുമാർ, SI N സുനീഷ്, ASI സജീവ്, വനിതാ സിവിൽ പോലീസ് ഓഫീസർ ബിന്ദു, സൈബർ സെൽ ഓഫീസർ ഗോപൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. യുവതിയെയും കുട്ടിയെയും കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കൊട്ടാരക്കര ബോയ്സ് ഹൈസ്കൂളിന്റെ സംരക്ഷണ മതിൽ തകർന്നു. കാലപ്പഴക്കം ചെന്ന മതിൽ മഴയിൽ റോഡിലേക്ക് നിലംപൊത്തുകയായിരുന്നു. കൊട്ടാരക്കര ബോയ്സ് ഹൈസ്കൂളിന്റെ സംരക്ഷണ മതിൽ തകർന്നു. ഞായറാഴ്ച രാത്രിയിലുണ്ടായ മഴയിൽ സ്കൂളിന്റെ പ്രധാന കവാടത്തോട് ചേർന്ന മതിലാണ് റോഡിലേക്ക് നിലംപൊത്തിയത്. ഗേറ്റിനും കവാടത്തിനും ബലക്ഷയമുണ്ടാവുകയും ചെയ്തു. കാലപ്പഴക്കം മൂലം ജീർണിച്ച മതിലിന്റെ മിക്ക ഭാഗങ്ങളും ഇതിനകം തകർന്നു കഴിഞ്ഞു. ശേഷിക്കുന്ന ഭാഗങ്ങളും ഏതു സമയവും നിലംപൊത്താം എന്ന അവസ്ഥയിലാണ്. സംരക്ഷണ ഭിത്തി തകർന്നതോടെ സ്കൂളിൽ സാമൂഹ്യവിരുദ്ധ ശല്യവും വർദ്ധിച്ചു. വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കും ഇത് ഭീഷണിയാകുന്നു. മതിൽ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് കത്ത് നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. സ്കൂളിനോട് ചേർന്ന് മൈതാനത്തിന്റെ മതിലും തകർന്നിട്ടുണ്ട്. നിരവധി തവണ താലൂക്ക് വികസന സഭയിൽ മതിൽ പുനർനിർമ്മിക്കുമെന്ന ആവശ്യം ഉയർന്നെങ്കിലും നടപടിയുണ്ടായില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നിർമ്മിച്ച് വിവാദത്തിൽ കുരുങ്ങി അപകടക്കെണിയിലായ മഴവെള്ള സംഭരണിയിലെ വെള്ളമൊഴുക്കാൻ അതിനടുത്തായി മറ്റൊരു കുഴിയെടുത്തത് നാട്ടുകാർ തടഞ്ഞു. നിരവധി കായിക താരങ്ങൾക്ക് ജന്മം നൽകിയ ഗ്രൌണ്ടിൽ ജലസംഭരണി തീർത്തത് വിവാദമായിരുന്നു.
ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അപകടാവസ്ഥയിലായ മഴവെള്ള സംഭരണിയിലെ വെള്ളം ഉയരുന്നത് നിയന്ത്രിക്കാൻ അധികൃതർ ഗ്രൌണ്ടിൽ മറ്റൊരു കുഴി നിർമ്മിക്കാൻ നടത്തിയ ശ്രമം നാട്ടുകാർ തടഞ്ഞു. അപകടാവസ്ഥയിലായ നിലവിലെ സംഭരണി ചുറ്റുമതിൽ കെട്ടാതെ സമീപത്ത് വീണ്ടും ഒരു കുഴിയെടുക്കുവാൻ ഞായറാഴ്ച രാവിലെ PTA പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ JCBയുമായി എത്തിയതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്താണ് ഹരിയാലി പദ്ധതി പ്രകാരം മഴവെള്ള സംഭരണി നിർമ്മിച്ചത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയത തുടക്കത്തിൽ തന്നെ നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ വെള്ളം നിറഞ്ഞു കവിഞ്ഞു സമീപത്തെ വീടുകളിലും കൃഷിയിടങ്ങളിലും ഒഴുകിയിറങ്ങിയിരുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയർന്നിരുന്നു. തുടർന്നാണ് അധികൃതർ മറ്റൊരു കുഴി നിർമ്മിച്ച് പ്രശ്നത്തെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചത്. എന്നാൽ സ്കൂൾ ഗ്രൌണ്ടിൽ നിലവിലുള്ള കുഴി തന്നെ അപകടക്കെണിയായി മാറിയ നിലയിൽ മറ്റൊരു കുഴി ശാശ്വത പരിഹാരമാകില്ല. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ സ്ഥലത്തെത്തുകയും കുഴിയെടുപ്പ് തടയുകയുമായിരുന്നു. താൽക്കാലികമായി ഈ ഓട നിർമ്മിച്ച് വെള്ളം റോഡിലേക്ക് ഒഴുക്കിവിട്ടു. എന്നാൽ ഈ വെള്ളവും സമീപത്തെ കൃഷിയിടങ്ങളിൽ കയറി വ്യാപക നാശനഷ്ടമുണ്ടാക്കി. സ്കൂൾ ഗ്രൌണ്ടിൽ ഇനി ഒരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുവാൻ പാടില്ല എന്ന് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. നിലവിൽ സ്കൂൾ ഗ്രൌണ്ടിൽ ഹയർ സെക്കൻഡറിയുടെ 2 കെട്ടിടങ്ങളുണ്ട്. ഇനി ഒരു കെട്ടിടം കൂടി വയ്ക്കാൻ നീക്കം നടക്കുന്നതായും അറിയുന്നു. ഇതുകൂടി പ്രാബല്യത്തിൽ വന്നാൽ പഞ്ചായത്തിൽ കായിക രംഗത്തെ നെടുന്തൂണായ ഗ്രൌണ്ട് ഇല്ലാതാകും. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഇളമാട് ഭരണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം 18 മുതൽ 26 വരെ സംഘടിപ്പിക്കുന്നു. ഇളമാട് ഭരണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം 2013 ഒക്ടോബർ 18 മുതൽ 26 വരെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഹരിപ്പാട് MS രാജയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടക്കുക. യജ്ഞശാലയിൽ പതിവ് പൂജകൾക്ക് പുറമെ ഐക്യമത്യ സൂക്തം, ഭൂമിദേവി മന്ത്രാർച്ചന, അഷ്ടോത്തരാർച്ചന, സരസ്വതി പൂജ, സ്വയംവരാർച്ചന എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതല്ലാതെ നമ്മൾ നഗരങ്ങളിലൊക്കെ പോകുമ്പോൾ പോയിട്ട് വരാനുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നമുക്കൊരു 10-20 ദിവസവും എല്ലാം കൂടെ കൂട്ടി കുറെ നാള് കളഞ്ഞാലും ശരി 318 അധ്യായങ്ങളുള്ളതായിരിക്കുന്ന ഈ ദേവി ഭാഗവതം ഓരോ ദിവസവും നമുക്ക് ആവുന്നത് പോലെ കുറേശ്ശെ പാരായണം ചെയ്യാം. ഇന്നടത്ത് നിർത്തിക്കൊള്ളൊന്നുമില്ല. അധ്യായം കുറയ്ക്കരുത്. അത് മാത്രമല്ല ഇതിന്റെ നിയമം. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. കല്ലറ സ്വദേശിയായ 9 വയസ്സുകാരിയുടെ വിരലിൽ ഇഡലിത്തട്ട് കുടുങ്ങി. അഗ്നിശമന സേനയുടെ 1 മണിക്കൂറത്തെ ശ്രമത്തിനൊടുവിലാണ് വിരൽ സ്വതന്ത്രമാക്കിയത്. 9 വയസ്സുകാരിയുടെ വിരലിൽ ഇഡലിത്തട്ട് കുടുങ്ങി. കടയ്ക്കൽ അഗ്നിശമന സേന ഏറെ നേരത്തെ പരിശ്രമത്തിലൂടെ വിരൽ പുറത്തെടുത്തു. കല്ലറ മുതുവിള പത്മവിലാസത്തിൽ ഉമേഷിന്റെ മകൾ അപർണയുടെ വിരലാണ് അബദ്ധത്തിൽ ഇഡലിത്തട്ടിൽ കുടുങ്ങിയത്. വീട്ടുകാർ ഉടൻ തന്നെ കുട്ടിയെയും കൂട്ടി കടയ്ക്കൽ ഫയർഫോഴ്സിൽ എത്തുകയായിരുന്നു. സ്റ്റേഷൻ ഓഫീസർ രാജീവൻ, ലീഡിംഗ് ഫയർമാൻ വിനോദ് കുമാർ, ഫയർമാൻമാരായ IN ഹാരിസ്, ഗോപകുമാരക്കുറുപ്പ്, പവിത്രൻ, സുധീർ കുമാർ, ഗിരിലാൽ എന്നിവർ 1 മണിക്കൂറോളം പരിശ്രമിച്ചാണ് വിരൽ സ്വതന്ത്രമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ആരവങ്ങളും ആർപ്പുവിളികളെയും സാക്ഷിയാക്കി ഐലറ ഏലയിൽ ഏറ്റവും വലിയ കാർഷിക വിനോദമായ മരമടി മഹോത്സവം സംഘടിപ്പിച്ചു. കാളക്കൂറ്റന്മാരുടെ കരുത്തിനൊപ്പം നാടും ഉത്സവലഹരിയിലായി. മലയാളിക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന വയലേലകൾക്കൊപ്പം അപ്രത്യക്ഷമായ മരമടി മഹോത്സവത്തിന് പുതുജീവൻ നൽകിക്കൊണ്ട് ഐലറ ഏല പുരാതനകാലം മുതൽ തന്നെ നെൽകർഷകർ കൊയ്ത്തുത്സവത്തിന് ശേഷമാണ് വലിയ നെൽപ്പാട ശേഖരങ്ങളായ ഏലാകളിൽ മരമടി മഹോത്സവങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. ആധുനിക കാലഘട്ടത്തിൽ വയലേലകളുടെ ഏറിയ പങ്കും അപ്രത്യക്ഷമാവുകയും പുതിയ മൃഗസംരക്ഷണ നിയമങ്ങൾ നിലവിൽ വരികയും ചെയ്തതോടെ മരമടി എന്ന കർഷകന്റെ കായിക വിനോദത്തിനും ഒരു പരിധിവരെ തിരശീല വീണിരിക്കുകയായിരുന്നു. മണ്ണിട്ടു മൂടിയും കോൺക്രീറ്റ് സൌധങ്ങൾ പടുത്തുയർത്തിയും നാം നശിപ്പിച്ചതിന്റെ ബാക്കിയായി അവശേഷിക്കുന്ന ചുരുക്കം ചില ഏലാകളിൽ നിന്നുകൂടി ഈ കാളക്കുട്ടന്മാരുടെയും കർഷകന്മാരുടെയും മത്സരകോട്ടത്തിന്റെ ആരവമുയരും. കേരളത്തിന്റെ കാർഷിക മേഖലയിൽ അടിയാൻ കുടിയാൻ വ്യവസ്ഥിതി നിലനിന്നിരുന്ന സാഹചര്യം മുതൽ ആരംഭിച്ചതാണ് മരമടി മഹോത്സവങ്ങൾ. ആദ്യകാലങ്ങളിൽ 1000 വയലുകൾ ഉണ്ടായിരുന്ന ഭൂപ്രഭുക്കന്മാർ അവരവരുടെ പ്രൌഢിയും കരുത്തും തെളിയിക്കുന്നതിനായാണ് മരമടി മഹോത്സവങ്ങളിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നത്. ജന്മിത്വ വ്യവസ്ഥിതികൾക്ക് മാറ്റം സംഭവിച്ചതോടെ നെൽവയൽ കർഷകരും കർഷക തൊഴിലാളികളും ഈ കായിക വിനോദത്തെ നെഞ്ചിലേറ്റി. കന്നിക്കൃഷിക്ക് ശേഷം മഴക്കാലത്ത് വയലേലകളിലെ ചേറ് നന്നായി കലങ്ങിക്കിടക്കുന്ന കാലഘട്ടത്തിലാണ് മരമടി മഹോത്സവങ്ങൾ സാധാരണഗതിയിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ നടന്നിരുന്ന മരമടി മഹോത്സവങ്ങളിൽ നിന്നും വളരെയേറെ വ്യത്യാസങ്ങളോടെയാണ് ഇന്നും മരമടി മഹോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്.
പണ്ടുകാലങ്ങളിലാകട്ടെ വയലേലകളുടെ വലുപ്പത്തിനനുസൃതമായി കലപ്പ കെട്ടിയ കാളകളെ നിരത്തി നിർത്തി ഓടിക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. ഒപ്പം കർഷകർ കാളകളെ ഉപയോഗിച്ച് നിലം ഉഴുകുന്നതിന് ഉപയോഗിച്ചിരുന്ന പൂട്ടുകമ്പ് ഉപയോഗിച്ചാണ് കാളകളെ വേഗത്തിൽ ഓട്ടക്കാർ ഓടിച്ചിരുന്നതെങ്കിൽ ഇന്ന് പൂട്ടുകമ്പുകളും ഓട്ടക്കാരുടെ കയ്യിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുകയാണ്. പണ്ടുകാലങ്ങളിൽ വയലിന്റെ ഒരു കരയിൽ നിന്നും ഓടി തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്ന സമയമാണ് പരിഗണിച്ചിരുന്നതെങ്കിൽ ഇന്ന് തിരിച്ചു ഓടേണ്ട അവസ്ഥയുമില്ല. ജൂനിയർ, സീനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിൽ പ്രത്യേകമാണ് മത്സരങ്ങൾ നടന്നുവരുന്നത്. കയറിട്ടും കയറിടാതെയുമെല്ലാം വിവിധ തരത്തിലാണ് മത്സര ഓട്ടങ്ങൾ നടക്കുന്നത്. കഴുത്തിൽ കയറിട്ട് ഇരുവശങ്ങളിലും ഓരോ ഓട്ടക്കാർ കൂടെ ഓടിയാണ് കയറിട്ടുള്ള ഓട്ടം നടക്കുന്നത്. കയറിടാതുള്ള ഓട്ടത്തിൽ ഇരുവശങ്ങളിലും ഓട്ടക്കാരുണ്ടാകുമെങ്കിലും കാളകളെ ഫിനിഷിംഗ് പോയിന്റിൽ കടിഞ്ഞാനിടാൻ മാത്രമാണ് ഒരു കയർ ഉപയോഗിക്കുന്നത്. പഴയകാലം മുതൽ തന്നെ ഓട്ടക്കാരായ കാളകൾക്ക് പ്രത്യേക പരിഗണനയും ഭക്ഷണരീതിയും ശുശ്രൂഷയുമാണ് നൽകി വരുന്നത്. ഓട്ടത്തിനുപയോഗിക്കുന്ന ഈ കാളക്കുട്ടന്മാരെ നിലം ഉഴുകുന്നതിനോ വണ്ടി വലിക്കുന്നതിനോ മറ്റ് ജോലികൾക്ക് ഒന്നും തന്നെ കർഷകർ ഉപയോഗിച്ചിരുന്നില്ല. ഇന്ന് നെൽപ്പാടങ്ങളും മരവടി മഹോത്സവവും അപ്രത്യക്ഷമായ അവസ്ഥയിൽ അഞ്ചൽ ഐലറ ഏലായിൽ നടന്ന മരവടി മഹോത്സവം കാണാൻ നിരവധി കർഷകരും കർഷക തൊഴിലാളികളുമാണ് എത്തിയത്. മത്സരങ്ങളിൽ പങ്കെടുക്കുവാനാട്ടെ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുമാണ് ഓട്ടക്കാളകളും ഓട്ടക്കാരും എത്തിയത്. പുത്തൻ തലമുറയിൽപ്പെട്ടവർക്ക് മരവടി മഹോത്സവം ഒരു പുത്തൻ അനുഭവമായിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. MC റോഡിലെ വാഹനാപകടത്തിൽ 2 ജീവനുകൾ പൊലിഞ്ഞു. കോന്നി, വയനാട് സ്വദേശികളായ ബൈക്ക് യാത്രികരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ചണ്ണപ്പേട്ട സ്വദേശിയായ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയ അയൽവാസിയെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി ആരോപണം. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട യുവാവിന്റെ നിർദ്ദേശപ്രകാരം നാടുവിട്ട അമ്മയും കുഞ്ഞും പാലക്കാട് വെച്ച് പോലീസ് പിടിയിൽ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.